കർണാടകത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ സങ്കടം പങ്കിടാൻ അതിനെക്കുറിച്ച് കേരളീയരെ ബോധ്യപ്പെടുത്താനും വേണ്ടി നടത്തിയ സാഹസികമായിട്ടുള്ള ശ്രമമായിരുന്നു. സാഹസികം എന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ പോലീസോ നാട്ടുകാരോ അല്ലെങ്കിൽ കർണാടകത്തിലെ റിയൽ എസ്റ്റേറ്റ് ലോബിയുടെ ഗുണ്ടകളോ അദ്ദേഹത്തെ തടഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കറിയാം, മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം വികാരാധീനനായി ഇംഗ്ലീഷ് ഭാഷയിൽ ചില കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. Excuse me. What's happening here? What's the matter? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ സൊല്ലടാ. സൊല്ല്. Hey old man. What's going on here? What's wrong with you? Hey come on man. കേട്ട ആളുകൾക്ക് ബോധ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, മലയാളക്കരയിൽ വളരെയധികം ആളുകളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. ഏതായാലും ഈ ആണ്ടർതി കാലത്ത് നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ചിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏതെങ്കിലും സന്തോഷമാണ്. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. Government of Karnataka officer said this is purely belongs to government property, GBA property. That's why we have did the demolition. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. So, can you the government of Karnataka? Yes. Vajpayee is no prime minister, but he can honor of Kerala chief minister. LBW no smoking. Make a audit in Karnataka city regarding the this എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. how many of them? So the government. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയാണ് യലഹങ്കയിൽ നടന്നത്. ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. നമ്മുടെ നാട്ടിലും അതിന് വലിയ പ്രാധാന്യം കിട്ടി. ഇതിൽ വേറൊരു പ്രത്യേകതയോടുകൂടി ഈ കുടിയിറക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ തരിപ്പണമാക്കപ്പെട്ട ആളുകൾ അധികം പേരും ന്യൂനപക്ഷ സമുദായക്കാരാണ്, കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അതിൻ്റെ എരിവും പുളിയും അല്പം കൂടുതലായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞു, ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായി. കോൺഗ്രസിന് വലിയ മേൽക്കൈ കിട്ടിയിരിക്കുകയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അധികം കോൺഗ്രസിനെ UDF-നെയാണ് പിന്തുണച്ചത് എന്നെല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ പാവ റഹീം അവിടെ പോയത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? റഹീമിനെ അയച്ചതാണ് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇദ്ദേഹം മുസ്ലിം സമുദായ അംഗമാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ പുള്ളി അയച്ചത്. പിന്നെ പാർലമെന്റിൽ ഒരു ഗർജിക്കുന്ന സിംഹമാണ്. പക്ഷെ അതേ ഗർജിക്കുമ്പോൾ ഒരു കുഴപ്പം, ഇംഗ്ലീഷ് ഭാഷയുടെ ഗ്രാമറും പുള്ളി തമ്മിൽ ഒരു വിധത്തിൽ പൊരുത്തപ്പെടുകയില്ല. അഥവാ ഇംഗ്ലീഷ് ഗ്രാമറിനോട് വിപ്ലവം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് റഹീം. റഹീമിൻ്റെ പാർലമെന്റ് പ്രസംഗങ്ങളൊക്കെ വിഖ്യാതമാണ്. ഇന്ത്യ ഈസ് എ ലാർജ് കൺട്രി, ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി, സാർ വാട്ട് കേരള തിങ്സ് ടുഡേ, ഇന്ത്യ തിങ്സ് ടുമാറോ. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ